ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നി കൊക്കാത്തോട് നെല്ലിക്കാപ്പാറ എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് വലിയ രീതിയിൽ ഉരുൾപൊട്ടിയത്. ഒരു വലിയ ഭീകര അന്തരീക്ഷം തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. വളരെ കഷ്ടിച്ചാണ് ഇവിടുത്തെ വീട്ടുകാർ ഈ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ടത്. രാത്രിയിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു ഉരുൾപൊട്ടലുണ്ടായി ഈ ഇവിടുത്തെ സർവ്വതും ഒലിച്ചു പോകുന്നത്. ആ സമയത്ത് ഈ വീട്ടുകാരൊക്കെ ഓടിക്കയറിയത് അയലത്തെ വീടുകളിലേക്കാണ്. അന്ന് രാത്രിയിൽ എന്തായിരുന്നു സംഭവിച്ചത്? അറിഞ്ഞിരുന്നു? എങ്ങനെ? ഇല്ല, രാത്രി ഇതൊന്നും അറിയുന്നില്ല. ഞങ്ങൾ ഉറക്കമായിരുന്നു, നല്ല ഉറക്കത്തിലായിരുന്നു. കറണ്ടും ഇല്ലായിരുന്നു, നല്ല മഴയും, ശക്തമായ മഴ പെയ്യുക. അപ്പം ഒരു 4 മണി 3:45 4 മണിയായപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് കേൾക്കാം. ഈ സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ എഴുന്നേറ്റപ്പം എന്തുവാന്നൊന്നും അറിയത്തില്ല, ഏതാണ്ടെല്ലാം കൊണ്ട് ഇളകി വരുന്നതായിട്ട് മാത്രം അറിയാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഉരുളുപൊട്ടലാന്ന് മനസ്സിലായി. അവിടുന്ന് പിന്നെ മുറ്റത്തിറങ്ങി ലൈറ്റ് അടിച്ച് 4 ചുറ്റും നോക്കി. അപ്പോഴത്തേന് ഈ വീട്ടുകാർ മേപ്പോട്ട് കയറി വന്നു ഞങ്ങളുടെ വീട്ടിലോട്ട്. കയറി വന്ന് അവർ പറയുമ്പോഴാണ് സൂക്ഷിച്ച വിവരം അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങി വന്ന് അവരുടെ വീടെല്ലാം കണ്ട് അന്നേരം ആ വീടെല്ലാം കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിട്ട് കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. നേരം പുലർന്നപ്പോഴാണ് നമ്മൾ ഇത്രയും ഭീകരമായ ഒരു അന്തരീക്ഷമാണെന്ന് അറിയാം. നേരം പുലർന്ന് കഴിഞ്ഞൊരു 5:30 6 മണിയായി. അന്നേരമാണ് ഞങ്ങൾ പിന്നെ മൊത്തം വിവരങ്ങൾ അറിയുന്നത്. അപ്പോഴത്തേന് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് പൊക്കളഞ്ഞു. പിന്നീട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനം അടക്കം ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റുക അതൊക്കെ ചെയ്തതാരാ? അത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോഴത്തേന് ആൾക്കാരെല്ലാം വന്നു, നാട്ടുകാരും എല്ലാം കൂടെ കൂടിയിട്ടാണ് പിന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത്. വലിയ രീതിയിൽ നാശം ഉണ്ടായിട്ടില്ലേ ഇവിടെ? അതുകൊണ്ട് ഒരുപാട് നാശം ഉണ്ടായിട്ടുണ്ട്. വസ്തുക്കളെല്ലാം തീർത്തൊലിച്ചു പോയി. കണ്ടില്ലേ, ഇത് കിടക്കുന്നതല്ലേ മൊത്തം വീട് പോകേണ്ടതാ, മൊത്തം വീട് പോകേണ്ടതാ. പിന്നെ കുറേയൊക്കെ ഇടിച്ചു പൊളിഞ്ഞ് എല്ലാം നാശമായി കിടക്കുകയാണ്. ആ രൂപത്തിലായി. ഇവിടുത്തെ അടുക്കള ഉൾപ്പെടെ പോയി തോന്നില്ലേ? അടുക്കളയും ഏതാണ്ട് കഞ്ഞി വെക്കത്തൊക്കെ പരുവത്തിൽ നിൽക്കുക, ബാക്കിയെല്ലാം പോയി. ഒരു പരുവത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത്? കൃഷി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. തെങ്ങ്, കവുങ്ങ്, വാഴ, അതുപോലെ തന്നെ കൊടിയ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം പോയി. കോഴി പോയി. ഒരുപാട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രദേശം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ? ഇല്ല, ഇത് നല്ല നിരപ്പായിട്ട് കിടന്ന കൃഷി സ്ഥലമായിരുന്നു. റബ്ബർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തം ഇത് വന്ന് മൊത്തം ഒലിച്ച് ഇപ്പൊ തോടായിട്ട് കിടക്കുകയാണ്. ആഴത്തിലൊക്കെ ആയി. ഇതിന്റെ അടിയിൽ മൊത്തം പാറയെല്ലാം തെളിഞ്ഞു. പാറ വരെ തെളിഞ്ഞു. അപ്പൊ ഒരു 10 അടി മണ്ണെങ്കിലും മേളിൽ നിന്ന് പോയിട്ടുണ്ട്. അത്ര കുഴിഞ്ഞാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. ഏത് ഭാഗത്താണ്? ഒരുപാട് മുകളിലാണ്? ഇവിടുന്ന് ഒരു 500 മീറ്ററിന് മുകളിൽ വനത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഉരുള് പൊട്ടുമെന്ന് നേരത്തെ അറിയാമായിരുന്നു? അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിരുന്നു? അങ്ങനെയുള്ള യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉരുള് പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങളല്ല. അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല അല്ല എന്നാണ്? അല്ലാത്തൊരു മേഖലയായിരുന്നു. പിന്നെ ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഈ സമയത്ത് വീട്ടുകാരൊക്കെ ഓടിക്കയറിയത് അപ്പുറത്തെ ഈ അമ്മയുടെ വീട്ടിലേക്കാണ്. അമ്മ എന്തായിരുന്നു അന്നേരം അറിഞ്ഞതെന്ന് പറഞ്ഞാൽ 4 മണിയായപ്പോ ഞങ്ങള് തന്നെ ഉള്ളൂ. അപ്പൊ ഈ വീട്ടിലോട്ട് ലൈറ്റ് അടിച്ചപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ചോദിച്ചു അവിടെ വല്ലതും സംഭവിച്ചോ എന്ന്. അപ്പൊ ഞങ്ങള് പറഞ്ഞു അവിടെ കുഴപ്പമില്ല. ഇവർ രണ്ടും കൂടെ ഓടിക്കയറി പിന്നെ അവിടെ വന്നതേ അല്ല, 2 പേരും അങ്ങ് തളർന്നു. പിന്നെ അവർക്ക് വെള്ളമൊക്കെ ഇട്ട് കൊടുത്ത് ആശ്വസിപ്പിച്ച് പിന്നെ ഞങ്ങൾ വന്ന് നോക്കുന്നത് ഇത് തന്നെ. അപ്പൊ അടുത്ത വീട്ടിൽ അതാണ്. അപ്പൊ അവിടെ ഒരമ്മ തന്നെ ഉള്ളൂ. അവിടെ ചെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ വീടിന് കുഴപ്പമില്ല. അപ്പൊ ചേട്ടനും ചേട്ടത്തിയും ഒക്കെ താഴെ താമസിക്കുന്നു. ഭർത്താവ് ഓടി അവിടെ ചെന്നപ്പോഴും അവരുടെ വീടിനും കുഴപ്പമില്ല. ഇപ്പൊ സംഭവിച്ചത് ഈ ഒരു വീടും പിന്നെ അത്രയും കൃഷി സ്ഥലം. ഉരുൾപൊട്ടി വരുന്ന സമയത്ത് രാത്രിയിൽ നമ്മൾ ഈ ശബ്ദം കേട്ടാന്ന് ഉണരുന്നത്? ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ സൗണ്ടുകളായിരുന്നു. ഞങ്ങൾ ഓർത്ത് എല്ലാം കൂടെ പോവാന്നൊന്ന് ഓർത്ത് ഞങ്ങൾ ഭയന്ന്. അതിൽ റേഞ്ച് ഇല്ല, ആരെയും വിളിച്ച് പറയാനുള്ള റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ എല്ലാരും കേട്ടറിഞ്ഞാണ് ഇവിടെ വരുന്നത്. രാവിലെ വെളുപ്പിനെ ഞങ്ങളെ അറിയിക്കേണ്ടി വരെന്ന് പറഞ്ഞാൽ റേഞ്ച് ആർക്കും കിട്ടിയില്ല. 1 2 വീട്ടുകാർക്ക് കിട്ടി. അപ്പോഴത്തേന് അവരെല്ലായിടവും പോയി പറഞ്ഞ് എല്ലാരും അറിഞ്ഞു. താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭർത്താവൊക്കെ വന്നിട്ട് 52 വർഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. ഒരു ഭയമുണ്ടോ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത്? ഉണ്ടോന്ന് ഭയങ്കര ഭയമാണ്. രാത്രി കടന്നാൽ ഉറക്കം വരത്തില്ല, പേടിയാണ്. ഇങ്ങനൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്രദേശമാണെന്ന് അറിയത്തുമില്ല. ഞങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നവരെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ല. ഇവിടുത്തെ വേറെ എന്തെങ്കിലും നമ്മുടെ വളർത്തുമൃഗങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ വളർത്തുമൃഗങ്ങളായിട്ട് ഒന്നും പോയിട്ടില്ല. ആളപായം ഉണ്ടോ? 7 കോഴി, ഇവിടുത്തെ 7 കോഴി പോയി. അല്ലാതെ ആളപായം ഒന്നും ഉണ്ടാവാത്തത് ഭാഗ്യമാണ്. മഹാഭാഗ്യം. അത് പറഞ്ഞാൽ മതി. ഇവർ ഓടി വന്ന് അവിടെ കയറി പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് അന്ന് നോക്കുന്നത്. പിന്നെ ഇതാണ് സംഭവം. വേറെ മാറിയിട്ടില്ല, പേടിയ. അത്തരത്തിലാണ് തരത്തിലോട്ട് കല്ല് തെറിച്ച് മരവും കൂടെ വന്ന് ഇവിടെ ഭയങ്കര കൂടെ തെങ്ങുണ്ടായിരുന്നു. അതിന്റെ ഓലയെല്ലാം കൂടെ വന്നടിച്ചാണ്
ഇത് ഇത്രയും നാശം ഉണ്ടായത്. അതിന്റെ കൂടെ ഇത് റബ്ബറും കാട്ടുമരവും എല്ലാം കൂടെ വരുമായിരുന്നു. അത്തരത്തിലാണ് അതിഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടൽ. രാത്രി ആയതുകൊണ്ടാണ് ആ ഒരു ഭീകരത ഇവർക്ക് മനസ്സിലാവാതിരുന്നത്. പക്ഷേ പുലർച്ചെ ഇത് കാണുമ്പോഴാണ് ആ ഒരു ഭീകരത തീർത്തും ഈ നാട്ടുകാർക്കും ഈ വീട്ടുകാർക്കും ഒക്കെ മനസ്സിലായത്. എന്തായാലും ആളപായം ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ സർവ്വതും നഷ്ടപ്പെട്ടു. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകണം എന്നാണ് അവരുടെ ആവശ്യം. തീർത്തും ഭരണകൂടത്തിനുൾപ്പെടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ പരാതിയും അപേക്ഷകളും ഒക്കെ നൽകി ഇനി കാത്തിരിക്കാനാണ് അവരിലാണ് ഇനി ഇവരുടെ പ്രതീക്ഷ. സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും സഹായം ലഭ്യമാകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ രതീഷ് മണബിഷനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.